മുമ്പ് പറയണോടാ അല്ലേ പാർക്കിന് മുമ്പ് എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. മോഹൻലാലിന്റെ ആക്ടിങ് ആണ് നമുക്ക് പ്രധാനം. ലാലേട്ടനല്ലേ നമ്മളെല്ലാം. ട്വിസ്റ്റ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് പടം ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. ജീതി ജോസഫിൻ്റെ ഈ അടുത്തുള്ള സിനിമകൾ നമുക്ക് കണ്ടാണല്ലോ. അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായില്ല. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോ തന്നെ കാണാൻ വന്നത്. അതല്ല, ഫസ്റ്റ് ഷോ കാണാൻ വരും. ലാലേട്ടൻ്റെ ഉള്ളതുകൊണ്ട് എല്ലാ ഷോയും വന്ന് കാണും. എന്നാലും ഇപ്പോൾ ഒരു വിശ്വാസം വന്ന ആ ട്രെയിലർ കണ്ടോടുകൂടി ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പടം ഹിറ്റാവുള്ളൂ. ഈ ഇമോഷണലി മാത്രം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെറുതെങ്കിലും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല. അത് ഡയറക്ടർ പറയാനായിട്ടായിരിക്കുള്ളൂ. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടത്തിൻ്റെ ഇത് പോകില്ലേ. വേണമെന്നുണ്ടെങ്കിൽ പോവാം. പക്ഷേ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു പര്യവസാനം വേണമല്ലോ എന്തായാലും. അതല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ജഡ്ജി പറഞ്ഞ പോലെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണം. കാരണം രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുള്ളപ്പോൾ പിന്നെ ഒരാളെ മാത്രം ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. സാഹചര്യമുള്ള മനുഷ്യനെ തെറ്റുകാരാക്കുന്നത്. ഇതിൻ്റെ അത് ജോർജ് കുട്ടി കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ ആ കുടുംബം മനോഹരമായി പോകണം. ഇനിയിപ്പോൾ അറിയാതെ പറ്റിയൊരു തെറ്റ് ഇനി കോടതിയിൽ പോയാലും ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ കോടതിയിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ശിക്ഷ കിട്ടി പോരാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സാഹചര്യം പെൺകുട്ടികളാണ്, അവരുടെ ലൈഫ് നോക്കണ്ടേ. ഒരു അച്ഛൻ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ പടം കണ്ടിട്ട് പറയാം.